उग्र रूप जटाधारी विश्वरूप त्रिपुरारी उग्र रूप जटाधारी रे विश्वरूप त्रिपुरारी. ശിവഭഗവാന്റെ ജട. ബോധത്തിൻ്റെ അധിപൻ എന്തുകൊണ്ട് മുടി ബന്ധിക്കുന്നു? നമുക്ക് ശിവഭഗവാന്റെ ഒരു നാമത്തിൽ നിന്ന് തുടങ്ങാം. ജടാധരൻ. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജടയായി ബന്ധിച്ച മുടിയോടുകൂടിയ ശിവഭഗവാന്റെ രൂപമാണ്. ശിവഭഗവാൻ ബോധമാണ്, കോൺഷ്യസ്നസ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ശിവഭഗവാന് മുടിയുള്ളത്? അതും അണിയിച്ചൊരുക്കാതെ ജടയായി ബന്ധിച്ച മുടി. ഇത് അലങ്കാരമല്ല, ഇതൊരു ഉപദേശമാണ്. ജട എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ശിവന്റെ ജട സ്വതന്ത്രമായ മനസ്സിൻ്റെ അടയാളമാണ്. ഭഗവാൻ അതിനെ അണിയിച്ചൊരുക്കാതെ ലോകം കാണാൻ വേണ്ടി അത് ക്രമപ്പെടുത്തിയിട്ടില്ല. കാരണം ശിവൻ സമൂഹ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനല്ല, അദ്ദേഹം സത്യം അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ശിവൻ സത്യത്തിൽ നിന്ന് വേർപെടാത്ത ബോധാവസ്ഥയാണ്. ജഡ നമ്മോട് പറയുന്നത് ഇതാണ്: ഉള്ളിലെ ക്രമത്തിന് പുറത്തെ നിയന്ത്രണം ആവശ്യമില്ല. ജഡ അശാസ്ത്രീയതയല്ല. പലർക്കും തോന്നും ജഡ എന്നത് അശാസ്ത്രീയതയാണ് എന്ന്. അത് തെറ്റാണ്. ശിവന്റെ ജഡ അവ്യവസ്ഥയല്ല, ഡിസോർഡർ അല്ല. അത് നിയന്ത്രിത സ്വാതന്ത്ര്യമാണ്, ഡിസിപ്ലിൻഡ് വൈൽഡ്നെസ്. മനസ്സിനെ പൂർണ്ണമായി അടക്കിയ ഒരാൾക്ക് പുറത്തെ നിയന്ത്രണം ആവശ്യമില്ല. അതിനാലാണ് യോഗികൾ ജട ധരിക്കുന്നത്. ഫാഷനായി അല്ല, അഹങ്കാരവും സാമൂഹിക പിണക്കങ്ങളും വിട്ടൊഴിയാനുള്ള ഓർമ്മപ്പെടുത്തലായി. ജടയിൽ ഗംഗ. ഗംഗ ശിവന്റെ ജടയിൽ നിന്നാണ് ഒഴുകി വരുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ശക്തമായ ഊർജം നേരിട്ടൊഴുകിയാൽ നാശമുണ്ടാകും. അതിനെ ആദ്യം താങ്ങേണ്ടത് ശാന്തമായ ബോധമാണ്, കോൺഷ്യസ്നസ്. അതിനാലാണ് ശിവൻ ഗംഗയെ തൻ്റെ ജടയിൽ ആദ്യം പിടിച്ച് പിന്നെ ലോകത്തേക്ക് കൃപയായി ഒഴുക്കിവിടുന്നത്. ജട നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? മനസ്സ് ശാന്തമാകുമ്പോൾ, ചിന്തകളെ പിടിച്ചു നിർത്താതിരിക്കുമ്പോൾ, സ്വയം എന്ന ബോധം അലിഞ്ഞു പോകുമ്പോൾ, ആ അവസ്ഥയാണ് ജഡാബോധം എന്ന് പറയുന്നത്. അത് ബന്ധിതമല്ല, അത് പ്രതിഷേധിക്കുന്നതുമല്ല, അത് വെറും ജാഗ്രത മാത്രം. ജഡയോട് ബന്ധപ്പെട്ട ശിവനാമങ്ങൾ. ജഡയിലൂടെ പറയുന്ന സത്യം. ജഡാധരൻ, ജഡ ധരിക്കുന്നവൻ. യോഗേശ്വരൻ, ആത്മനിയന്ത്രണത്തിൻ്റെ അധിപൻ. മഹാദേവൻ, സമൂഹത്തിനും രൂപത്തിനും അതീതൻ. അതുകൊണ്ടാണ് ശിവൻ ഈ നാമങ്ങളാൽ അറിയപ്പെടുന്നത്. സ്വതന്ത്രമായ ബോധത്തിൻ്റെ മൗനം തന്നെയാണ് ശിവൻ. സ്വതന്ത്രമായ ബോധത്തിൻ്റെ മൗനം, അതാണ് ശിവൻ.